ലൂർദ് ദേവാലയത്തിലെത്തുകയും ആ ലൂർദ് ദേവാലയത്തിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു വഴിപാട് സമർപ്പിക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ പൂർത്തീകരണമെന്ന നിലയിലാണ് ഇപ്പോൾ നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് തന്നെ അത് ചെയ്യണമെന്നൊരാഗ്രഹം ദേവാലയം അധികൃതരുമായി പങ്കുവച്ചിരുന്നു. ഇതിൻ്റെ കൂടി തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. അദ്ദേഹം കിരീടം ഇപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ സമർപ്പിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അതിൽ 17-ാം തീയതി വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന മകളുമുണ്ട്. ഈ ലൂർദ് ദേവാലയം എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. അതിരൂപത ആർച്ച് ബിഷപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉള്ള ദേവാലയം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ദേവാലയമാണ് തൃശ്ശൂർ ലൂർദ് ദേവാലയം. ആ ലൂർദ് ദേവാലയത്തിലെ മാതാവിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നത്. അതിന് മുന്നോടിയുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ദേവാലയത്തിലെ വികാരി, അതായത് ലൂർദ് ദേവാലയത്തിലെ വികാരി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. അദ്ദേഹം ലൂർദ് ഇടവകയിലെ വികാരിയുമായി സംസാരിച്ച് കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു വഴിപാട് സമർപ്പണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നത്. അതിനുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 17-ാം തീയതിയാണ് അദ്ദേഹം വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനുവേണ്ടി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവാഹ ചടങ്ങിലെത്തുന്ന വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വികാരി. ലൂർദ് പള്ളിയിലെ വികാരി ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അതിനുശേഷമായിരിക്കും അദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാനാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇത്തരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മാതാവിൻ്റെ പ്രതിമയിൽ ഒരു സ്വർണ്ണ കിരീടം വെക്കണമെന്നൊരാഗ്രഹം നേരത്തെ തന്നെ ഇവിടുത്തെ പള്ളി അധികൃതരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. കഴിഞ്ഞ അവിടെ വെക്കാൻ പറ്റുമോ? ഓക്കെ 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 ഓടി ഇവിടെ ഇപ്പോൾ ചടങ്ങ് പൂർത്തിയായിരിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് മാതാവിൻ്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. വളരെ നിശബ്ദമാണ് ചടങ്ങുകൾ. കാരണം പള്ളിക്കകത്തായതുകൊണ്ട് തന്നെ യാതൊരുവിധ സംസ്കാരങ്ങളിൽ വളരെ നിശബ്ദമായിട്ടാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ പുരോഹിതം വികാരി, പള്ളിയിലെ വികാരിയാണ് ഇതിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകുന്ന പോലെ ാണ് 17-ാം തീയതി വിവാഹം നടക്കുന്ന ഇത്തരത്തിൽ സ്വർണ്ണ കിരീടം മാതാവിൻ്റെ രൂപത്തിൽ സമർപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് തൃശ്ശൂർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ്റെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബസിലിക്കയാണ് തൃശ്ശൂർ ലൂർദ് ദേവാലയം എന്ന് പറയുന്നത്. രാത്രിയാണു നിൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ, നീ നയിക്കുക